വികസിത കേരളത്തിന് വേണം 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 ബിജെപിയെ ഭരിക്കണം ജനഹിതത്തിന് വേണം 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 ബിജെപിയെ. പ്രിയരെ, നാം നമുക്കായി വിധിയെഴുതുവാൻ സമയമായി. ചൂണ്ടുവിരലിൽ ജനാധിപത്യത്തിന്റെ മഷുപുരളുമ്പോൾ മാറരുത്, മറക്കരുത് നമ്മുടെ ചിഹ്നം താമര. വികസനത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയിട്ട് വികസനം ഒരു കണിക പോലും നമ്മുടെ ഗ്രാമത്തിന് കാണിക്കാൻ കഴിവും പ്രാപ്തിയുമില്ലാത്ത ചതിയന്മാരായ ഇടതിനോടും വലതിനോടും കടക്ക് പുറത്ത് എന്ന് ആജ്ഞാപിക്കാൻ ഇത്തവണത്തെ വോട്ട് ദേശീയതയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ബിജെപി സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ വാർഡിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വിപ്ലവകരമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുക. വെമ്പായം ഗ്രാമപഞ്ചായത്ത് വഴക്കാട് 3-ാം വാർഡിൽ നിന്നും ബിജെപി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന MA മഹേഷിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചയക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. കേരള പിറവി വന്നു തൊട്ട് നാട്ടിൽ ജനത്തിൻ നടുവൊടിഞ്ഞ് ഇടതനും വലതനും മാറി മാറി നാട് മൂടിച്ചിടുന്നേ. വീടും തൊഴിലില്ലാതേറെ ജനം വേദനയോടെ കഴിഞ്ഞിടുന്നേ. വികസനം വികസനം എന്ന വാക്ക് ജലരേഖയായിടുന്നേ. എളിമയുടെ നിറവിൽ സുതാര്യതയുടെ തെളിമയോടെ നാടിന്റെ നന്മയ്ക്കായി വാർഡിന്റെ വികസനത്തിന് ഒരു വോട്ട് താമരയ്ക്ക്. നാടിന്റെ വികസനം ഒരിക്കലും അവസാനിക്കുന്നില്ല. വികസന പൂർത്തീകരണത്തിന് ഒരു വോട്ട് താമരയ്ക്ക്. കഴുത്ത് വെട്ടുന്ന അരിവാളല്ല, അഴിമതി നടത്തുന്ന കൈകളല്ല, സൂര്യന്റെ പൊൻപ്രഭയിൽ വിടരുന്ന താമരയാണ് നമ്മുടെ ചിഹ്നം. അധികാരം അലങ്കാരമല്ല, അതൊരു ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്ന NDA സ്ഥാനാർത്ഥികൾക്കായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിന്റെ വിലമതിക്കാനാവാത്ത ഓരോ വോട്ടുകളും. മനുഷ്യന്റെ നിയമങ്ങൾക്കോ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്കോ ജുഡീഷ്യറിയുടെ നീതിശാസ്ത്രങ്ങൾക്കോ നിയന്ത്രിക്കാൻ കഴിയാത്ത ഉദാത്തമായ രാഷ്ട്രസ്നേഹം മനുഷ്യ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കുടികൊള്ളിക്കാൻ സൂര്യന്റെ ചൂടും ചന്ദ്രന്റെ നിലാവും വെള്ളി വെളിച്ചമാക്കി മാറ്റിയ ഭാരതീയ ജനതാ പാർട്ടി അഴിമതിയും സ്വജനപക്ഷ ഭേദവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ മടുപ്പില്ല, മതിയാവില്ല. സേവനം തന്നെ ജീവിതം എന്ന പ്രതിജ്ഞയുമായി നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വിപ്ലവകരമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ. മാറി ചിന്തിക്കൂ, മാറ്റം സൃഷ്ടിക്കൂ. നാടിന്റെ നന്മയും വികസനവും ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം നാം അറിയുന്ന, നമ്മെ അറിയുന്ന സ്ഥാനാർത്ഥികൾ. വെമ്പായം ഗ്രാമപഞ്ചായത്ത് വഴക്കാട് 3-ാം വാർഡിൽ നിന്നും ബിജെപി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന MA മഹേഷിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചയക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. മാറ്റത്തിന്റെ ശബ്ദമാണ് മോദിജി തൻ പാതയാണ്, ശോഭയാണ്, നന്മയുടെ മാർഗമാണ്, നാൾക്കുനാൾ കുതിക്കയാണ്, പിന്തുടർന്ന് കൂടെയെത്താൻ കേരളത്തിൽ മോഹമാണ് ബിജെപിയിൽ ഒത്തുകൂടെ. വികസനം എന്നത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിറം മങ്ങിയ കാലഘട്ടത്തിൽ നാറിയ ദുർഭരണത്തിന്റെ നീരാളി പിടുത്തത്തിൽ നിന്നും നമ്മുടെ നാടിനെ മോചിപ്പിക്കുവാൻ, വർത്തമാനകാലത്തിന്റെ ദുർഗന്ധം വിമിക്കുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് വിരാമമിടുവാൻ, നമ്മുടെ നാടിന്റെ മുഖച്ഛായയ്ക്ക് മാറ്റുകൂട്ടുവാൻ, ഈ ഗ്രാമത്തെ വികസനത്തിന്റെ പാതയിലേക്ക് ആനയിക്കാൻ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം. ഇന്നലെയുടെ നിലാവട്ടങ്ങളിൽ ഒരു നാടിന്റെ ഇടവഴികളിലും നടവഴികളിലും നടന്നു നീങ്ങി തന്റെ ഗ്രാമവാസികളുടെ ആദിയും വ്യാധിയും സുഖവും ദുഃഖവും നേരിട്ടറിഞ്ഞ് സ്വാന്തനത്തിന്റെ മനസമാധാനത്തിന്റെ കൈകൾ നീട്ടിക്കൊടുക്കുന്ന കാരുണ്യത്തിന്റെ കാവലാൾ. ധർമ്മ സംസ്ഥാപനത്തിന്റെ പാഞ്ചജന്യം മുഴക്കി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. വാഗ്ദാനങ്ങൾ മാത്രം നൽകി വോട്ടർമാരെ കാലാകാലങ്ങളായി വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന LDFന്റെയും UDFന്റെയും അന്ത്യം കുറിക്കുവാൻ, അഹങ്കാരം പത്തിവിടർത്തിയ കാളന്തിയിൽ അധർമ്മം പോർവിളി മുഴക്കിയ ഗുരുക്ഷേത്രത്തിൽ ധാർമ്മികതയുടെ വിജയപേരി മുഴക്കി നാടിന്റെ വികസനം ഉറപ്പുവരുത്താൻ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം താമരയിൽ ആയിരിക്കട്ടെ.
വെമ്പായം ഗ്രാമപഞ്ചായത്ത് വഴക്കാട് 3-ാം വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന MA മഹേഷിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചയക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. മോദിജിയെ മുന്നിൽ നിർത്തി നാടുണർന്നേ, ഭാരതത്തിൻ വീരപുത്രൻ കുതിച്ചു പായുന്നേ. മോദിജിയെ മുന്നിൽ നിർത്തി നാടുണർന്നേ, ഭാരതത്തിൻ വീരപുത്രൻ കുതിച്ചു പായുന്നേ. ഇനി BJP മതി, ഇത് മാറ്റത്തിന്റെ സമയമാണ്. ഇനി ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്നത് മാറണം. പകരം യഥാർത്ഥ മാറ്റം ഇവിടെ വരണം. ഇനി നമുക്ക് വേണ്ടത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നമ്മുടെ ഗ്രാമത്തിൽ വികസനത്തിന് നാളുകൾ സമ്മാനിക്കാൻ വോട്ടുകൾ താമരയിൽ ആയിരിക്കട്ടെ. ഈ വരുന്ന തിരഞ്ഞെടുപ്പ് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ താക്കോലാണ്. UDF-ന്റെയും LDF-ന്റെയും പഴകിദ്രവിച്ച രാഷ്ട്രീയം മതിയായി. ഇനി നമുക്ക് വികസന രാഷ്ട്രീയം മതി. വികസിത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ നമ്മുടെ ഗ്രാമങ്ങളിൽ BJP അധികാരത്തിൽ വരണം. മാറി മാറി വന്ന നാടിനെ ഭരിച്ചു മുടിക്കുന്നവർക്ക് ഇനിയും അവസരം നൽകരുത്. നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തുക. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏത് സമയത്തും നേരിട്ട് പറയാനും പറയുന്നത് കേൾക്കാനും കേട്ടതിന് പരിഹാരം കാണാനും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കൊടിയുടെയും നിറം നോക്കാതെ അർഹതപ്പെട്ട അവകാശങ്ങൾ അർഹതയുള്ള കൈകളിലേക്ക് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക. വെമ്പായം ഗ്രാമപഞ്ചായത്ത് വഴക്കാട് 3-ാം വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന MA മഹേഷിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചയക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. ഇടതന്നും വലതനും ഇവിടെ അഴിമതിതൻ കലവറ തീർത്തു. വോട്ടേകു നമ്മുടെ ചിഹ്നം താമരയാണോർത്തോളൂ. കാലാകാലങ്ങളായി വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് മേടിച്ച് അധികാരത്തിലെത്തിയിട്ട് വികസന മുരടിപ്പ് മാത്രം നമുക്ക് സമ്മാനിച്ച അധികാരമോഹികളെ എന്നേക്കുമായി അകറ്റി നിർത്തുക. മാറാത്തത് ഇനി മാറും. എല്ലാവർക്കും ഒപ്പം, എല്ലാവർക്കും വേണ്ടി. വികസിത കേരളം നാടിന്റെ വികസനത്തിന്, നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിങ്ങൾ സൂക്ഷിച്ച സമ്മതിദാനാവകാശം ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ രേഖപ്പെടുത്തുക. അർഹതയുള്ളവർക്ക് ജോലി നൽകാതെ പിൻവാതിൽ നിയമനം നടത്തി യുവതലമുറയെ തൊഴിലില്ലായ്മയിലേക്ക് തള്ളിവിട്ടവർ അല്ലേ കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾ? ഒടുവിൽ തൊഴിൽ കിട്ടാതെ വഞ്ചിക്കപ്പെട്ട യുവജനത ആത്മഹത്യ ചെയ്യുന്നു. ജോലി തേടി നമ്മുടെ കുട്ടികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. അപ്പോഴും ഇവിടുത്തെ സർക്കാരും ക്യാപ്സൂൾ കമ്മികളും കേരളം നമ്പർ 1. പിന്നെ എങ്ങനെ കേരളം രക്ഷപ്പെടും? ഇവിടെ എങ്ങനെ വികസനം സാധ്യമാകും? ഈ വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് യുവതലമുറ മാപ്പ് നൽകില്ല. മലയാളികൾ ഒന്നടങ്കം പറയുന്നു, കേരളം ഒരുമിച്ച് പറയുന്നു, മതിയായി വികസന മുരടിപ്പ് ഞങ്ങൾക്കിനി സഹിക്കാൻ വയ്യ. ഞങ്ങൾക്ക് വികസനം വേണം. മുരടിച്ച വികസനത്തിന്റെ ശിലാരൂപങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് പുതുമയുള്ള വികസന കാഴ്ചപ്പാടുണ്ടാക്കി നമ്മുടെ വാർഡിന് സമ്മാനിക്കാൻ കഴിവും കർമ്മശേഷിയും കൂർമ്മ ബുദ്ധിയും ഉള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ. വെമ്പായം ഗ്രാമപഞ്ചായത്ത് വഴക്കാട് 3-ാം വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന MA മഹേഷിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചയക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യവും ഒന്നൊന്നിനു മുന്നിൽ നിൽക്കണം. വിലക്കയറ്റം, അഴിമതിയും ഈ നാട്ടിൽ ഇല്ലാതാവണം. എല്ലാം നേരെ ചൊവ്വേ നടക്കാനായി മുന്നം വെക്കണം. കേരളം ഉയരണം. അന്തരീക്ഷത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന സാമ്രാജ്യത്വ കഴുകന്മാരിൽ നിന്നും അവസരവാദ രാഷ്ട്രീയക്കാരിൽ നിന്നും നമ്മുടെ നാടിനെ മോചിപ്പിക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം ആരുടെയും കാൽച്ചുവട്ടിൽ പണയം വെക്കാതെ താമര അടയാളത്തിൽ രേഖപ്പെടുത്തുക. മതിയായി LDF-ന്റെയും UDF-ന്റെയും വികസന വിരുദ്ധത. നിത്യച്ചിലവിന് പോലും കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിയുന്നില്ല. തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥ കേരളത്തെ പിടിമുറുക്കുന്നു. പൂട്ടിപ്പോയ വ്യവസായങ്ങളും നാടുവിടുന്ന യുവാക്കളും യുവതികളും. സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന വിലക്കയറ്റം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം ദൈവത്തിന്റെ നാടായ കൊച്ചി
കൊച്ചു കേരളത്തിൽ മാത്രം. തകർന്നു വീണ പൊള്ളയായ നമ്പർ 1 ആരോഗ്യ മേഖല, അട്ടിമറിക്കപ്പെടുന്ന കേന്ദ്ര പദ്ധതികളും സാധാരണക്കാരന്റെ ആനുകൂല്യങ്ങൾ. സാധാരണക്കാരന്റെ ക്ഷേമത്തിനായി മോദി സർക്കാർ നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികൾ ആണ് LDF സർക്കാർ മുടക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്നത്. അവയിൽ പല കേന്ദ്ര പദ്ധതികളും സ്വന്തം നേട്ടമായി ഒരു ഉളുപ്പുമില്ലാതെ അവതരിപ്പിക്കുക മാത്രമാണ് LDF സർക്കാരിന്റെ ആകെയുള്ള പ്രവർത്തനം. ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക. വെമ്പായം ഗ്രാമപഞ്ചായത്ത് വഴക്കാട് 3-ാം വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന MA മഹേഷിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചയക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. വ്യവസായങ്ങൾ തകർന്നടിഞ്ഞ് തൊഴിലില്ലായ്മ പെരുകിടുന്നേ, തൊഴിൽ തേടി ചെറുപ്പക്കാർ നാടുവിടുന്നേ. തീരാത്ത നഷ്ടത്തിൻ ചിത്രങ്ങൾ കേൾക്കുന്നേ, മാറ്റത്തിൻ ശബ്ദങ്ങൾ. സംസ്ഥാനത്ത് പണപ്പെരുപ്പം വർദ്ധിച്ച് ഉണ്ടായ വിലക്കയറ്റം ജനങ്ങളുടെ നടുവൊടിക്കുന്നു. കൊട്ടിയാഘോഷിക്കുന്ന ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുന്ന കാഴ്ച എത്ര സങ്കടകരമാണ്. വിദ്യാഭ്യാസ മേഖല ഓരോ ദിവസവും താഴോട്ട് പോകുന്നു. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം പാഴ്വാക്കാകുന്നു. ന്യൂജൻ കോഴ്സുകൾ തേടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ യുവതീ യുവാക്കന്മാർ പോകുന്നു. സ്ത്രീ സുരക്ഷ വെറും വാക്കാവുന്നു. ലോക്കപ്പ് മർദ്ദനങ്ങൾ ഏറി വരുന്നു. IT വ്യവസായം തുടങ്ങിയ മേഖലകളുടെ വളർച്ച പരസ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ലഹരിയും അക്രമങ്ങളും സ്വർണ്ണക്കടത്തും നാടിന്റെ സമാധാനവും സമ്പദ് വ്യവസ്ഥയും നശിപ്പിക്കുന്നു. പിന്നെ എങ്ങനെ കേരളം രക്ഷപ്പെടും? ഇവിടെ എങ്ങനെ വികസനം സാധ്യമാക്കും? കേരളത്തെ നശിപ്പിച്ച ഇടത് വലത് മുന്നണികൾക്ക് ഞങ്ങൾ മലയാളികൾ മാപ്പ് തരില്ല. മലയാളികൾ ഒന്നടങ്കം പറയുന്നു, കേരളം ഒരുമിച്ച് പറയുന്നു, മതിയായി ഈ വികസന മുരടിപ്പ്. ഞങ്ങൾക്കിനി സഹിക്കാൻ വയ്യ. ഞങ്ങൾക്ക് വികസനം വേണം. അതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക. ഇരുട്ടിന്റെ മറവിൽ ശബരിമല അയ്യപ്പ സന്നിധിയിൽ ആചാര ലംഘനം നടത്തി ഇടത് സർക്കാരിനെ എന്ത് പേരിട്ട് വിളിക്കണം? ഭക്തർ സമർപ്പിച്ച ശാസ്താവിന്റെ സ്വർണം കട്ടെടുത്ത നിരീശ്വരവാദികളായ പിണറായി സർക്കാരിന് വിശ്വാസികൾ മാപ്പ് തരില്ല. പോറ്റിയെ കയറ്റി അയ്യപ്പന്റെ സ്വർണം നിങ്ങൾക്ക് ചെമ്പാക്കാം. പക്ഷേ ആ ചൈതന്യത്തിലാണ് ഭക്തന്റെ പ്രതീക്ഷ. മറക്കണ്ട. കാലാകാലങ്ങളായി കേരളത്തിന്റെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്നും സ്വത്തുക്കൾ കട്ടെടുക്കാൻ ദേവസ്വം ബോർഡിന് എല്ലാവിധ അനുമതിയും നൽകിയ കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരിന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം തിരിച്ചറിയുന്നു. നിരീശ്വരവാദികൾ കേരളം ഭരിക്കുമ്പോൾ വിശ്വാസി സമൂഹം ഈ സർക്കാരിൽ നിന്നും എന്ത് നീതി പ്രതീക്ഷിക്കണം? വെമ്പായം ഗ്രാമപഞ്ചായത്ത് വഴക്കാട് 3-ാം വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന MA മഹേഷിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചയക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു.